ഹായ് ഗൈസ്, ഞാൻ ദേവൻ. ഞാൻ വന്നിരിക്കുന്നത് പാമ്പായിലൊരു സ്ഥലം കാണിക്കാനാണ്. അപ്പൊ കണ്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഇനി അങ്ങക്ക് കുറെ കാണാനുണ്ട്. ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇത് പാവുമ്പ ഷാപ്പൂക്കി എന്ന് വരുന്നവർക്ക് ഇവിടെ വരാം. പള്ളികുന്നത്ത് പാവുമ്പ ഷാപ്പൂക്കി വരുന്നവർക്ക് ഇവിടെ വരാം. പിന്നെ കൈരളി മുക്കിന്ന് ഇവിടെ വരാം. പിന്നെ ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ പാവുമ്പ ഹൈസ്കൂളില്ലേ, പാവുമ്പ ഹൈസ്കൂളിന്റെ തൊട്ട് പുറത്ത് പോകാം. അവിടെ ഇവിടെ സ്ഥലം. അപ്പൊ നമുക്ക് അവിടെ എല്ലാം പോയി കണ്ടിട്ട് വരാം. ഇവിടെ എല്ലാം പോച്ചയൊക്കെ കിടക്കുവാണ്. അപ്പൊ ഇവിടെ പോച്ചയൊക്കെ വെട്ടി വൃത്തിയാക്കി നിങ്ങൾ എല്ലാം ചെയ്യണം. പോച്ചയൊക്കെ വെട്ടി വൃത്തിയാക്കി നിങ്ങൾ മീനൊക്കെ വളർത്തിയാൽ നിങ്ങൾക്ക് മീനൊക്കെ പിടിച്ച് കരിമീനൊക്കെ പിടിച്ച് വിറ്റാൽ നിങ്ങൾക്ക് പൈസ കിട്ടത്തില്ലേ? അങ്ങനെ മീനൊക്കെ നിങ്ങൾ പിടിച്ച് വിൽക്കണം. പിന്നെ ഇവിടെ ടൂറിസം ഒന്നുമില്ല. നിങ്ങൾ പാവുമ്പായി ഓട്ടോ വിളിച്ച് നിങ്ങൾ അങ്ങ് വയ്യാങ്കര ചിറയിലൊക്കെ അല്ലേ പോകുന്നത്, ആലപ്പുഴയിലും ഒക്കെ. നിങ്ങൾ അവിടെ നിന്നും പോവാതെ ഇവിടെ ടൂറിസം ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പാവുമ്പായിലും ഒരു ടൂറിസം ആവത്തില്ലേ? പാവുമ്പായി വേറെ ഇല്ലല്ലോ. പാവുമ്പായി വയ്യാങ്കര ചിറയിലല്ലേ ഉള്ളൂ. ഇവിടെയും കൂടെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് മീനെ ഒക്കെ കൊണ്ടിട്ട് വളർത്തി കഴിഞ്ഞാൽ മീനെയൊക്കെ ലൈവായിട്ട് ഫ്രൈ ചെയ്ത് വറക്കാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വരുമാനം ഉണ്ടാവും. അത് നിങ്ങൾ ഇതെല്ലാം ചെയ്യണം. അതുകൊണ്ട് ഇവിടെ എത്ര അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ വളരെ ഇതല്ലേ. നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. നിങ്ങൾ ടൂറിസവും ബോട്ടൊക്കെ കയാക്കിങ് ഒക്കെ ഇല്ലേ, അതെല്ലാം ഇവിടെ നടത്തണം. കാരണം ഇവിടെ ഇവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ചെയ്യാനുള്ള നല്ല സ്ഥലമുണ്ട്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഇതാണ്ട് ഇവിടെ വേലിയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലും വേലി നല്ല അടിപൊളിയായിട്ട് തറോടൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇവിടെ കണ്ടോ ഈ കരിയിലയും പ്ലാസ്റ്റിക് വേസ്റ്റും എല്ലാം കിട്ടിയത് മലിനമാവും പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തും തഴവ പഞ്ചായത്തും എല്ലാവരും കൂടെ ടൂറിസം ആക്കണമെന്ന് ഞാൻ പറയുവാണ്. അതിനാണ് ഞാൻ ഇവിടെ വന്നത്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ നമുക്ക് ആഘോഷിക്കണം. പക്ഷെ വെയിലാക്കാൻ ഇതായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്. ഇവിടെ ഒന്ന് കാറ്റ് കൊള്ളുമ്പോൾ അടിപൊളി രസമാണ്. ഇവിടെ പോത്തിനെയൊക്കെ കൊണ്ട് കെട്ടും. ഈ താറാവൊക്കെ ഉണ്ട്. ഈ വെള്ളമൊക്കെ മലിനമാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മലിനമാക്കി കഴിഞ്ഞാൽ മീനും ചത്തു പോകും. പിന്നെ കിളികളൊക്കെ വന്ന് ആ വെള്ളം കുടിക്കുമ്പോ കിളികളും ചത്തു പോകും. അതുകൊണ്ട് നിങ്ങളാരും പ്ലാസ്റ്റിക് ഒന്നും ഇവിടെയും വലിച്ചെറിയരുത്. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടതുപോലെ ഇവിടെ ആരും പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയരുത്. അപ്പൊ നമ്മൾ അവിടെ നോക്കുവാണെങ്കിൽ താറാവൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എവിടെ പോത്തെല്ലാം കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരും ഇവിടെ വലിയൊന്നും ആക്കല്. പിന്നെ ടൂറിസവും നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. ടൂറിസത്തിന് വലിയ ഇതൊന്നും ആവത്തില്ല. നിങ്ങൾക്ക് എത്രയോ പേർക്ക് വരുമാനമാവും ടൂറിസം ഒക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിവിടെ ഐസ്ക്രീം ഒക്കെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും വരുമാനമാവും. നിങ്ങൾ കണ്ടോ? പക്ഷെ ഇത് അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ ആരും ബോട്ട് സർവീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാരും ഇവിടെ നിന്ന് നടത്തുന്നില്ല. ഇത്ര അടിപൊളി സ്ഥലത്ത് ഇങ്ങനെ നടത്താതെ ചക്കയും ഒക്കെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കൊണ്ടിട്ട് കുളമൊക്കെ മലിനമാക്കും. അപ്പൊ നിങ്ങൾ ഈ ബോട്ട് സർവീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരണം. പാവുമ്പക്കാരും ബ്ലോക്ക് പഞ്ചായത്ത്, തഴവ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത്, തഴവ പഞ്ചായത്ത് എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ബോട്ട് സർവീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ അടിപൊളിയായിരിക്കും. ഇവിടെ ഇത്രയും അടിപൊളി സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയും കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ വളരെ മോശമല്ലേ. നിങ്ങളെല്ലാരും ഇവിടെ ഓരോന്ന് കൊണ്ടുവരണം. അപ്പൊ നമ്മളെ കണ്ടൊരു പോത്തുകൂട്ടൊക്കെ അവിടെ പേടിച്ചിരിക്കുക. അപ്പൊ ഞാൻ അത് പറയാനാ ഇവിടെ വന്നത്. ഇവിടെ അടിപൊളി സ്ഥലമാണ്. നല്ല കാറ്റും ഒക്കെ വൈകുന്നേരത്തൊക്കെ വന്നിരിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇവിടെ ആരും മാലിന്യമൊന്നും ഇടാതെ നല്ല സൂപ്പർ ആക്കണം. ഇവിടെ മാലിന്യമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വെറും കൊള്ളാതായി പോവും. അതുകൊണ്ട് ഇവിടെ ഈ താറാവും കിളികളും ഒക്കെ ഈ വെള്ളം തന്നെ കുടിച്ച് ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. പിന്നെ പറയാൻ കൂടുതലും വന്നത് ഇവിടെ ടൂറിസം ആക്കാനാണ് പറയുന്നത്. ഇവിടെ ചെറിയ ചെലവല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് അത്രയും വരുമാനം ഒക്കെ കിട്ടത്തില്ലേ? എത്ര പേർക്ക് വരുമാനം കിട്ടും ടൂറിസം ഒക്കെ ആക്കി കഴിഞ്ഞാൽ? ബോട്ട് കൊണ്ടുവന്ന വരുമാനമാവും. അങ്ങനെ ടൂറിസവും ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയായിരിക്കും. അപ്പൊ നിങ്ങൾ അതെല്ലാം കൊണ്ടുവരണം. ഇവിടെ ഒരു പാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും. നിങ്ങൾക്ക് എത്ര പേർക്ക് വരുമാനം ഉണ്ടാക്കാം ഇവിടെ വന്ന്. ഇവിടെ നല്ല പാർക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ, ഇവിടെ ചെറിയൊരു പാർക്കെങ്കിലും ആക്കി കഴിഞ്ഞാൽ എത്രയോ പേർക്ക് വരുമാനം കിട്ടും. ചെറിയൊരു പാർക്ക് ആക്കിയാൽ ഇവിടെ വരുമാനം കിട്ടത്തില്ലേ നിങ്ങൾക്ക്? ഇവിടെ ഒരു ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കൈരാളി മുക്കിന്റെ തൊട്ടടുത്താണ്. അപ്പൊ പാവുമ്പ അമ്പലത്തിന്റെ
ഫ്രണ്ടിലോട്ട് പാമ്പമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് കിടക്കുന്ന റോഡില്ലേ, ആ റോഡ് കയറി വന്നാൽ മതി. അപ്പോഴാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പൊ എന്റെ വീഡിയോ എല്ലാരും കാണുന്നുണ്ട്, പക്ഷെ ആരും ഷെയർ ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല, യൂട്യൂബിൽ കണ്ണൊരു സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാരും അതൊക്കെ ഒന്ന് ചെയ്തു ഷെയർ ചെയ്താലേ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലോട് എത്തിക്കുള്ളൂ. ഇനി നല്ല നല്ല വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ വരുന്നോളം വരെ ബൈ ബൈ.